ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. എങ്ങളേവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് സങ്കീർത്തനം 4:8 വാക്യമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, യഹോവേ നീയല്ലയോ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് തന്റെ ശത്രുവായ ശൗലിൽ നിന്ന് ഓടി അകലുമ്പോൾ എഴുതിയതാണ് ഈ സങ്കീർത്തനം. ദാവീദ് ശൗലിൽ നിന്ന് ഓടി അകലുമ്പോൾ അവൻ സ്വർഗീയ ആനന്ദം, സമാധാനം അനുഭവിക്കുകയായിരുന്നു. ശത്രുവിന് അവന്റെ സമാധാനത്തെ കെടുത്തിക്കളയാനോ നശിപ്പിക്കാനോ സാധിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഈ ഓട്ടത്തിനിടയിലും കർത്താവിന്റെ കരങ്ങൾ കിടന്ന് ഉറങ്ങുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. ദാവീദിന് അറിയാമായിരുന്നു താൻ വിശ്വസിക്കുന്ന കർത്താവ് ഉണർന്നിരുന്ന് രക്ഷയുടെ കവചമൊരുക്കി തന്നെ ശത്രുവിൽ നിന്ന് വിടുവിക്കുമെന്ന്. അവൻ കിടന്നുറങ്ങി വിശ്രമിച്ചു. ശത്രു ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ദാവീദ് കർത്താവിന്റെ കരത്തിന് കീഴിൽ രക്ഷ കണ്ടെത്തി, രക്ഷ പ്രാപിച്ചു. ശത്രുവിന് അതിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല. ദാവീദ് ജയിച്ചു. ദാവീദ് രാജാവായി മാറി. ഹല്ലേലൂയ. കർത്താവിന്റെ പരമാധികാരവും സാന്നിധ്യവും അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രിയരെ ദൈവിക സമാധാനം. ഈ ഭൂമിയിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും നേരിടണമെങ്കിൽ കർത്താവിന്റെ സമാധാനം കൂടിയേ തീരും. കർത്താവ് യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതം കഴിഞ്ഞ് സ്വർഗത്തേക്ക് തിരികെ പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. യോഹന്നാൻ 12:27 നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, ക്രിസ്തുവിന് മാത്രമേ അവന്റെ സമാധാനം നമുക്ക് നൽകുവാൻ സാധിക്കൂ. ക്രിസ്തുവിന്റെ വചനവും അവന്റെ ആത്മാവും നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവന്റെ സമാധാനം നമ്മളുണ്ടായിരിക്കും. അവന്റെ സമാധാനമുള്ള ഒരു വ്യക്തി, ഒരു പൈതൽ, ദൈവത്തിന്റെ മകൾ എവിടെ ജീവിക്കുന്നു അവിടെയൊക്കെ ദൈവത്തിന്റെ സമാധാനം വ്യാപിക്കും. അവന്റെ ജീവിതത്തിൽ ഉടനീളം സമാധാനം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മത്തായി 12:20 ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കേൾക്കാൻ കർത്താവ് കരങ്ങൾ നീട്ടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുക. നമുക്ക് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ ബോധിപ്പിക്കാം. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം അപ്പനോട് പറയുന്നത് പോലെ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കർത്താവിനോട് പറയാം. അവിടുന്ന് കേൾക്കാൻ റെഡിയാണ് പ്രിയ സഹോദര സഹോദരി. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥനയുടെ കൃപയെ കർത്താവേ സ്തോത്രം. ഭയമില്ലാതെ കർത്താവേ, ഒരു ഭയവുമില്ലാതെ കർത്താവേ അവിടെ തന്നെ കരത്തിന്റെ കീഴിൽ കിടന്നുറങ്ങി വിശ്രമിച്ച് ആനന്ദിക്കുവാൻ സമാധാനം